ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ലേൺ വിത്ത് ഷു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. പഠനമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പഠനം നന്നായിട്ട് പോകുന്നില്ലെങ്കിൽ നന്നായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. നന്നായിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് തന്നെ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല ജോലി വാങ്ങിക്കുക, ലൈഫ് നല്ല അടിപൊളിയായിട്ട് ജീവിക്കാം. അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ LDC പോലുള്ള എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമുക്ക് LGSM വരുന്നുണ്ട്. അപ്പോൾ എക്സാംസ് കഴിഞ്ഞ് കോൺഫിഡൻസോടുകൂടി അഡ്വൈസിനും അപ്പോയിൻമെൻറ്റിനൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ മാർക്ക് സെക്യൂർ ചെയ്യാൻ പറ്റാതെ കുറച്ച് കൺഫ്യൂഷനിലിരിക്കുന്ന ആൾക്കാരുണ്ടാവും. കയ്യിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ടും പോയവരും ഉണ്ടാവും അല്ലേ, എക്സാം നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാതെ പോയവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ആശ്വാസം ഉള്ളൊരു കാര്യം പറയാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ 2025 കുറേയധികം നല്ല നോട്ടിഫിക്കേഷൻസ് വരാൻ പോകുന്നുണ്ടല്ലേ. നിങ്ങളെ കുറച്ച് പേരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവും, അറിയാത്ത ആളുകളും ഉണ്ടാവും. പുതുതായിട്ട് പഠനം തുടങ്ങുന്ന ആൾക്കാർക്ക് വളരെ ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമായിരിക്കും കേട്ടോ ഇത്. കാരണം നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന സമയം, PSCയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന സമയം കറക്റ്റായിട്ടുള്ള സമയം തന്നെയാണ്. നിങ്ങളിപ്പോൾ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത വർഷം, അതായത് 2025 ഇനി അധികം സമയമൊന്നുമില്ല, എന്നിരുന്നാലും കൂടി ഇപ്പോൾ പഠിച്ചു തുടങ്ങിയാൽ അത് കറക്റ്റ് ടൈം തന്നെ ആയിരിക്കും. ഒരുപാട് നല്ല നോട്ടിഫിക്കേഷൻസ് PSC ഇറക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ 10th ലെവലിലാണെങ്കിൽ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ഉണ്ട്, അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, ബീവറേജ് LDC വരാൻ പോകുന്നുണ്ട്, അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ വരുന്നുണ്ട്, കമ്പനി ബോർഡ് LGS, സെക്രട്ടേറിയറ്റ് ഒക്കെ ഓൾറെഡി നമുക്കിപ്പോൾ വന്നു അല്ലേ. ഏകദേശം നമുക്ക് 10th പ്രിലിംസിൻ്റെ ഡേറ്റ് വന്നു. കുറേ ആൾക്കാർ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, ചില ആൾക്കാർ ഇത് അറിയാതെ പോയിട്ടുണ്ടാവും. സാരില്ല, ഇനി ഒരുപാട് എക്സാം 2025 ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരാൻ പോകുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കുക. നോട്ടിഫിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ മറക്കാതെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ചെയ്താൽ മാത്രം പോരാ, നമ്മൾ പഠിക്കും കൂടി വേണം അല്ലേ. വളരെ നന്നായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ജോലി കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം തന്നെ പഠനം തുടങ്ങുക. എൻ്റെ വീഡിയോസിൽ താഴെ കമൻറ്റ് ഇടുന്നതിൽ പലരും ബിഗിനേഴ്സാണ്. പറയുന്നത് കേട്ടിട്ടുണ്ട് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് അറിയുന്നില്ല, അല്ലെങ്കിൽ പഠനം തുടങ്ങാൻ പോവാണ്, അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. കാരണം ഒരുപാട് എക്സാംസ് ഞാൻ ഈ പറഞ്ഞ പോലെ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങിയാൽ, ഇപ്പം തന്നെ കൃത്യമായി ചിട്ടയായിട്ട് പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ നിങ്ങൾക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഫോഴ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കും ഉണ്ട് ഒരു ചാകര. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 2025 നോട്ടിഫിക്കേഷനിൽ ഡിസംബർ ജനുവരിയിലൊക്കെ ആയിട്ട് സിവിൽ പോലീസ് വരും. അതുപോലെ തന്നെ WCPയുടെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നുണ്ട്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, അതുപോലെ തന്നെ ഫയർമാൻ, ഫയർ വുമൺ, ഇതെല്ലാം നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഫോഴ്സൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ് ഇയർലി ആണല്ലേ വിളിക്കാറുള്ളത്. അപ്പോൾ ഒരു വർഷം ഇപ്പോൾ കഴിഞ്ഞ എക്സാമിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പോട്ടെ, സാരില്ല. ഇനി വരാൻ പോകുന്ന എക്സാംസിൽ നിങ്ങൾ നിങ്ങളുടെ കുറവുകളൊക്കെ പരിഹരിച്ചിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യാൻ നോക്കുക. പുതുതായിട്ട് തുടങ്ങിയിട്ടുള്ള ആൾക്കാരാണ് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാം പഠിച്ചു നോക്കി നല്ല രീതിയിൽ തന്നെ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടി നോക്കുന്നവർക്കും 2025 നല്ല അടിപൊളി വർഷമാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് വരുന്നുണ്ട് അല്ലേ. ഡിസംബർ ലാസ്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരുന്ന PSC തന്നെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടർ വരാൻ പോകുന്നുണ്ട്. അടിപൊളി പോസ്റ്റായിട്ടുള്ള ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ വരാൻ പോകുന്നുണ്ട്. HSA, ഒരുപാട് തസ്തികകളിലേക്ക് PSC നോട്ടിഫിക്കേഷൻ അടുത്ത വർഷത്തിൽ ഇറക്കും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ലൊരു രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. നല്ല മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ജോലി കിട്ടൂലേ. വെറുതെ ലിസ്റ്റിൽ വന്നിട്ട് കാര്യമില്ല. അപ്പോൾ നല്ല രീതിക്ക് തന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പുതുതായിട്ട് തുടങ്ങുന്ന ആൾക്കാർക്ക് വീണ്ടും ഞാൻ പറയുകയാണ്, ഇത് നല്ലൊരു അവസരമാണ്. നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോകണം. കറക്റ്റായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ടുള്ളൊരു പഠനം കൊണ്ടുപോവുക. ഉറപ്പായിട്ടും നല്ലൊരു ജോലി എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കറക്റ്റായിട്ട് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ, ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ നമ്മുടെ നെഗറ്റീവ്സും നമ്മുടെ പോസിറ്റീവൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടി ശ്രമിക്കുക. പല ഭാഗത്തു നിന്നും ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും, അതൊന്നും മനസ്സിൽ വയ്ക്കാതെ നമ്മുടെ എയിം എന്താണോ അതിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിക്കുക. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇപ്പോൾ ഈ വരാൻ പോകുന്ന എക്സാംസ് ഏതാണ് നിങ്ങൾ നോക്കി, നിങ്ങൾ ജോലിക്ക് കയറാൻ ആഗ്രഹിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണ്, അല്ലെങ്കിൽ പറയുന്ന തസ്തിക ഏതാണെന്നൊക്കെ ആലോചിച്ച് നോക്കിയിട്ട് ഡിസൈഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ സിലബസ് എടുത്ത് നോക്കുക. 10th ലെവലാണെങ്കിലും 12th ആണെങ്കിലും ഡിഗ്രി ലെവലാണെങ്കിലും ഒക്കെ നിങ്ങൾ സിലബസ് എടുത്ത് നോക്കുക. വളരെ വൃത്തിയായിട്ട് സിലബസ് മനസ്സിലാക്കി വയ്ക്കുക. അതിനനുസരിച്ചുള്ള പഠനം ഇന്ന് മുതൽ മസ്റ്റായിട്ടും, നമ്മൾ നാളത്തേക്കെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം മാറ്റി വയ്ക്കരുത്. ഇന്ന് മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക അല്ലേ. സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിൽ നിന്ന് മുൻകാല വർഷങ്ങളിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ ആദ്യപടി എന്ന് പറയുന്നത് അല്ലേ. സിലബസ് മനസ്സിലാക്കുക, PYQ പഠിക്കുക, മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക, സിലബസ് വൈസ് പഠിക്കുക, മാക്സിമം സിലബസ് കവർ ചെയ്യുക. അതുപോലെ തന്നെ ഹോട്ട് ടോപ്പിക്സുകൾ മാക്സിമം കവർ ചെയ്യാൻ നോക്കുക. മാക്സിമം നമ്പർ ഓഫ് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഇതൊക്കെ നിങ്ങളുടെ എക്സാമിൽ നല്ലൊരു റാങ്ക് കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ വൈകാതെ ഇന്ന് മുതൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണോ ആ തസ്തികയിലേക്ക്, ആ എക്സാമിൻ്റെ സിലബസ് എന്താണോ നോക്കി മനസ്സിലാക്കി കൃത്യമായിട്ട് തന്നെ ഒരു ദിവസം പോലും മുടങ്ങാതെ മാക്സിമം
മാക്സിമം ഒരു മുടക്കവും വരാതെ പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. സമയം ഇല്ല, നമ്മൾ വിചാരിക്കുമ്പോൾ ഇനി 2025 നോട്ടിഫിക്കേഷൻ വരാമെന്ന്, സമയമുണ്ടല്ലോ എന്നൊക്കെ നമ്മൾക്ക് തോന്നും. അതൊക്കെ വെറും തോന്നലാണ്. ഓരോരോ ദിവസവും ഓരോരോ സെക്കൻഡുകൾ പോലെ കടന്നു പോകും. നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പഠിച്ച കാര്യങ്ങൾ പഠിച്ചോ ഇല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കി വീണ്ടും റിവിഷൻ ചെയ്യണം. അത് മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് നോക്കണം. അപ്പോൾ സമയം വളരെ കുറവ് തന്നെയാണ് കേട്ടോ, അതിൽ സംശയമൊന്നും വേണ്ട. ഒരു നിമിഷം പോലും പാഴാക്കാതെ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.